മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാറടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ ഡോക്ടർ ശ്രീകുട്ടിയെ പിന്തുണച്ച് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി എത്തി. മകൾ നിരപരാധിയാണെന്നും ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് തന്റെ മകളെ ഇതിൽ കുടുക്കിയതാണെന്നും സുരഭി പറയുന്നു. മാത്രമല്ല, മകൾ മദ്യപിക്കുന്ന ആളല്ലെന്നും നിർബന്ധിപ്പിച്ച് മദ്യം നൽകിയതാകാമെന്നും ശ്രീകുട്ടിയുടെ അമ്മ സുരഭി ആരോപിച്ചു. ശ്രീകുട്ടി കേസിൽ നിരപരാധിയാണ്. അവൾ ആരെയും ഉപദ്രവിക്കില്ലെന്നും ആരുടെയും വാഹനത്തിൽ കയറില്ലെന്നും മകളെ അവർ മയക്കുമരുന്ന് നൽകി പാകപ്പെടുത്തിയെന്ന് സംശയിക്കുന്നുവെന്നും അവളുടെ ആഭരണങ്ങളെല്ലാം അജ്മൽ കൈക്കലാക്കി അവൾക്കുണ്ടായിരുന്ന 2 വാഹനങ്ങളും അജ്മൽ അപഹരിച്ചെടുത്തുവെന്നും സുരഭി പറയുന്നു. സംഭവങ്ങൾക്ക് പിന്നിൽ ആദ്യ ഭർത്താവ് സോണിയാണെന്നാണ് സുരഭിയുടെ ആരോപണം. തന്റെ മകളെ അകത്താക്കാൻ വേണ്ടി സോണിയും അജ്മലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് സംഭവമെന്നും സുരഭി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികരായ 2 യുവതികളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അതിലൊരാളുടെ ശരീരത്തു കൂടി കാറ് കയറ്റി നിർത്താതെ പോവുകയായിരുന്നു അജ്മലും ശ്രീകുട്ടിയും. കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലി നോക്കുമ്പോഴായിരുന്നു അജ്മലും ശ്രീകുട്ടിയും പരിചയത്തിലാകുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയാണ് ശ്രീകുട്ടി. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു ശ്രീകുട്ടിയുടെ താമസം. ഈ വീട്ടിൽ സ്ഥിരം മദ്യപാനം നടക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അപകടം നടന്ന തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അതേസമയം അജ്മൽ ഓടിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷം പ്രതികൾ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലാണ് കാറുള്ളത്. അപകടശേഷം പ്രതികൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി ഓൺലൈൻ വഴി പുതുക്കി. ഇൻഷുറൻസ് കാലാവധി 2023 ഡിസംബർ 13-ന് അവസാനിച്ചിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സംഭവം നടന്ന സ്ഥലത്തും പ്രതികൾ ഒളിവിൽ പോയിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ഉള്ളത്. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തി. പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ഇരുവരുടെയും യാത്ര. അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ശ്രീകുട്ടിയെ ജോലി ചെയ്തു വന്ന കൊല്ലത്തെ വലിയ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത്.